റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. ലൈംഗികാതിക്രമ കേസിൽ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി പോലീസ്. നടന്നത് ലൈംഗിക സ്വഭാവത്തോടെയുള്ള കുറ്റകരമായ ബലപ്രയോഗമാണ്. മുറിയിലേക്ക് യുവതിയെ വിളിച്ചുവരുത്തി അതിക്രമം നടത്തിയെന്ന എഫ്ഐആർ. പരാതി വൈകിയത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനാലാണ്. എഫ്ഐആറിലെയും പോലീസ് റിപ്പോർട്ടിലെയും വിവരങ്ങൾ പുറത്ത്. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി കേസാകുമ്പോൾ അതിൽ പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം നടന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് കുഞ്ഞുമുഹമ്മദിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഈ പരാതി വൈകിയാണ് വന്നത്. അതായത് ഒരു ഡിലേഡ് കംപ്ലൈന്റ് ആണ് ഇത് എന്നുള്ളത്. അതായത് 6-ാം തീയതി വന്നിട്ടുള്ള സംഭവം, നവംബർ 6 നടന്നിട്ടുള്ള സംഭവത്തിൽ നവംബർ 27 മാത്രമാണ് പരാതി നൽകിയത്. അത് എന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടായിരിക്കാം ഈ പരാതി എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യം വിശദമായിട്ട് തന്നെ സെഷൻസ് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ടും ഇതോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. അതായത് കുറ്റകരമായ ബലപ്രയോഗം, ലൈംഗിക സ്വഭാവത്തോടു കൂടിയുള്ള ബലപ്രയോഗമാണ് പി.ടി. കുഞ്ഞുമുഹമ്മദ് നടത്തിയത് എന്നുള്ള കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. മുറിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് രാത്രിയാണ് ഇത്തരത്തിലുള്ള അതിക്രമം കുഞ്ഞുമുഹമ്മദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം പരാതിക്കാരിയായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തക ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലുമായിരുന്നു. അതുകൊണ്ടാണ് ഈ പരാതി നൽകാൻ കാലതാമസം എടുത്തത് എന്നുള്ള ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത്. ഇത് സംബന്ധിച്ചുള്ള പോലീസ് റിപ്പോർട്ടിൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകളുമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് CCTV ദൃശ്യങ്ങളടക്കം ഇതിനെ സാധൂകരിക്കുന്ന ആധികാരികമായിട്ടുള്ള തെളിവുകളാണ് എന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സുജയ, ഇക്കാര്യത്തിൽ പി.ടി. കുഞ്ഞുമുഹമ്മദിലേക്ക്, അതായത് പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ അറസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? നാളെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതനുസരിച്ചാണ് പോലീസ് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യഘട്ടത്തിൽ പരാതിയിൽ കേസെടുക്കാൻ വൈകുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് ഉദ്യോഗസ്ഥർ എന്നുള്ള കാരണം പറഞ്ഞു വൈകിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഈ കേസെടുത്തതിന് ശേഷം രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ കുറച്ചധികം ദിവസം നീണ്ടുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ആ പരിഗണനയിലിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു വിധി പറയണം. ആ വിധി വന്നതിന് ശേഷം മാത്രമായിരിക്കും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ചോദ്യം ചെയ്യൽ പോലും പൂർത്തിയായിട്ടുള്ള. ആകെ നടന്നത് ഈ കേസിലെ ചില CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പിന്നീട് പരാതിക്കാരിയായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തുകയും ആണ്. പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ അടുത്ത് ഫോൺ വിളിച്ച് ചില വിവരശേഖരണം നടത്തിയെന്നുള്ളതിനപ്പുറത്തേക്ക് പ്രതിയെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നടപടി പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് നാളെ വിധി വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വിശദീകരണം. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. യുവതിയെ വിളിച്ചു വരുത്തി അതിക്രമിച്ചു എന്നാണ് എഫ്ഐആർ. നാളെയാണ് പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരിക. അതുവരെ അറസ്റ്റ് ഉണ്ടാകില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനത്തിനായി കാത്തിരിക്കുകയായിരിക്കാം അന്വേഷണ സംഘം.